ഹായ് ഹണി ബീസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ വീട്ടിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ഡ്രിങ്കുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ സ്വന്തം അവൽ മിൽക്ക് ഷേക്കാണ് താരം. ഈ ചൂടുകാലത്ത് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ തണുപ്പിക്കാൻ കഴിയുന്ന ഒരു കില്ലാടിയാണ് നമ്മുടെ ഈ ഷേക്ക്. അപ്പോൾ ഇതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം. അതിനു മുന്നേ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാണ്ട് നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി ഒന്ന് ഓൺ ആക്കിയേക്കണേ. ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു കവർ പാല് ഫ്രീസ് ചെയ്തത്, റോസ്റ്റഡ് കടല അല്ലെങ്കിൽ കപ്പലണ്ടി എന്നും ഞങ്ങളുടെ നാട്ടിൽ പറയാറുണ്ട്, അതൊരു 1/4 കപ്പ്, പഞ്ചസാര 1/2 കപ്പ്, പഞ്ചസാരയ്ക്ക് പകരം തേനായാലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അവല് 1 കപ്പ്, പഴം ഒരു 5 to 6 വരെ പഴം, ടൂട്ടി ഫ്രൂട്ടി ആവശ്യത്തിന്, അത് ഗാർണിഷ് ചെയ്യാനായിട്ട് കേട്ടോ. ഫസ്റ്റ് നമുക്ക് അവലൊന്ന് വറുത്തെടുക്കാം. പ്രീ ഹീറ്റ് ചെയ്ത പാനിൽ ഇച്ചിരി നെയ്യ് യൂസ് ചെയ്തിട്ടോ അല്ലാണ്ടോ നമ്മുടെ അവലൊന്ന് നമുക്ക് വറുത്തെടുക്കാം. ഫ്ലെയിം എപ്പോഴും ഒരു മീഡിയം ടു ലോ ലെവലിൽ കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കറക്റ്റായിട്ട് അവൽ റോസ്റ്റ് ആയിട്ടുണ്ട് എന്ന് അറിയാനായിട്ട് ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. വറുത്ത് വെച്ചേക്കുന്ന അവല് നമ്മുടെ ഒന്ന് കയ്യിലെടുക്കുക, ജസ്റ്റ് ഒന്ന് പൊടിച്ചു നോക്കുക. അത് നല്ലോണം പൊടിഞ്ഞു പോരുന്നുണ്ടെങ്കിൽ നമ്മുടെ വിഷൻ സക്സസ് ആയിട്ടുണ്ട്. അടുത്തതായി നമുക്ക് നമ്മുടെ പഴം ഒന്ന് സ്മാഷ് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് പാളയംതോടൻ പഴം ഒരു 5-6 എടുത്തിട്ടുണ്ട്. ഫോർക്ക് യൂസ് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ സ്മാഷർ യൂസ് ചെയ്തോ നല്ലോണം ഉടച്ചെടുക്കുക. ഇതിനോടൊപ്പം നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഹോർലിക്സോ ബൂസ്റ്റോ ചേർക്കാവുന്നതാണ് കേട്ടോ. ഒരിക്കലും മിക്സിയിൽ അടിച്ചെടുക്കാൻ പാടില്ല. ഇതിൻ്റെ കൂട്ടത്ത് പഞ്ചസാര, ഈ സ്മാഷ് ചെയ്ത് വെച്ചേക്കുന്ന പഴത്തിൽ നമ്മൾ ഫ്രോസൺ ചെയ്തെടുത്ത പാല് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം വീണ്ടും മിക്സ് ചെയ്തെടുക്കുക. ഓർക്കുക, പാസ്ചറൈസ് ചെയ്യാത്ത പാലാണെങ്കിൽ തിളപ്പിച്ചതിന് ശേഷം മാത്രം തണുപ്പിച്ചെടുക്കുക. നെക്സ്റ്റ് നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിനായി സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഗ്ലാസ് എടുക്കുക. അതിനുള്ളിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന നമ്മുടെ റോസ്റ്റഡ് അവിൽ, കടല, പിന്നെ നമ്മുടെ മിക്സ്, ഇവ ലെയർ ബൈ ലെയർ ഗ്ലാസ്സിൽ ഇട്ട് കൊടുക്കുക. ഫൈനലി ടൂട്ടി ഫ്രൂട്ടി യൂസ് ചെയ്ത് അതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുക. നമ്മുടെ സ്വന്തം ട്രഡീഷണൽ അവൽ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി. അപ്പോൾ സെറ്റ് ചെയ്തെടുത്ത സ്പോട്ടിൽ തന്നെ അത് സെർവ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഒത്തിരി നേരം കഴിഞ്ഞാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ ആ അവലിൻ്റെ ഒരു ക്രിസ്പിനെസ് ഒക്കെ പോയി അത് പാലിൽ കുതിർന്നു പോകാൻ ചാൻസ് കൂടുതലാണ്. കൂടാണ്ട് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറ്റു നട്ട്സുകളും ഈ ഒരു ടൈം നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ കണ്ടല്ലോ എത്ര ഈസി ആയിട്ടാ ഈ മലബാർ സ്പെഷ്യൽ ട്രഡീഷണൽ അവൽ മിൽക്ക് നമ്മൾ റെഡിയാക്കിയതെന്ന്. ഈ ചൂടുകാലത്ത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിച്ച് കുടിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ഡ്രിങ്ക് കൂടിയാണിത്. സോ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. കൂടാണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലും എത്തിക്കുക. So stay tuned for another video. It's your Honeybee. Just do like, share and subscribe.